ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9744335592. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 2022-23 സാമ്പത്തിക വർഷം നടപ്പിലാക്കിയ LCD പ്രൊജക്ടറും സ്ക്രീനും വിതരണം ചെയ്തതിൽ വ്യാപകമായ ക്രമക്കേട് നടന്നതായി വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കോൺഗ്രസ്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 2022-23 സാമ്പത്തിക വർഷം നടപ്പിലാക്കിയ LCD പ്രൊജക്ടറും സ്ക്രീനും വിതരണം ചെയ്തതിൽ വ്യാപകമായ ക്രമക്കേട് നടന്നതായി വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. വ്യാജരേഖ ചമച്ച് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാലിന്റെ സഹായത്തോടെ DYFI, CPM പ്രവർത്തകർ വ്യാപകമായി പഞ്ചായത്തിൽ നിന്നും ആനുകൂല്യം പറ്റിയതായും അതിന് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നതായും ചൂണ്ടിക്കാട്ടി എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് മുൻ പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ NK കബീർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലാണ് നടപടി. വ്യാജരേഖ ചമച്ച് നേടിയ ആനുകൂല്യം പലിശ സഹിതം തിരിച്ചു വസൂലാക്കുവാനും ക്ലബ്ബ് ഭാരവാഹികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാനും ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റും കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. നിയമാനുസൃതം രജിസ്ട്രേഷനുള്ള ക്ലബ്ബുകളെ ഒഴിവാക്കിയാണ് വ്യാജരേഖ ചമച്ച് ക്ലബ്ബുകൾക്ക് ആനുകൂല്യം നൽകിയത്. ഇത് യുവജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഭരണസ്വാധീനം ഉപയോഗിച്ച് CPM ഭരണസമിതി നടത്തിയ അഴിമതികളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MM നിഷാദ്, പഞ്ചായത്ത് കോൺഗ്രസ് പാർട്ടി ലീഡർ NK കബീർ എന്നിവർ ആവശ്യപ്പെട്ടു. 2022-23 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിയ LCD പ്രൊജക്ടർ വിതരണം, അതിൽ വൻ അഴിമതിയും ക്രമക്കേടും നടന്നിട്ടുണ്ട് അന്ന് കോൺഗ്രസ് പാർട്ടി ആരോപിച്ചതാണ്. അതിൻ്റെ ഭാഗമായി 2016-2023 വിജിലൻസിൽ പരാതി കൊടുക്കുകയും ആ പരാതി വിജിലൻസ് അന്വേഷിച്ച് അതിൽ സത്യമുണ്ടെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ ഭാഗമായി ആ പദ്ധതിയിൽ ക്രമക്കേട് കണ്ടെത്തുകയും ആ ക്രമക്കേടിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരെ, ക്ലബ്ബ് ഭാരവാഹികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലതവണ വിജിലൻസിൽ നിന്ന് പഞ്ചായത്തിലേക്ക് ലെറ്ററും കാര്യങ്ങളും അറിയിപ്പൊക്കെ കൊടുത്തിട്ട് പോലും ഇതുവരെ ഈ പഞ്ചായത്ത് ഭരണസമിതിയും ആ ക്ലബ്ബ് ഭാരവാഹികൾക്കെതിരെയോ അതിന് നേതൃത്വം കൊടുത്ത CPM DYFI നേതാക്കൾക്കെതിരെയോ നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇതിൽ അർഹതപ്പെട്ട ഒരുപാട് ക്ലബ്ബുകൾ, രജിസ്ട്രേഷനുള്ള ക്ലബ്ബുകൾ ഉണ്ടായിട്ട് പോലും ആ ക്ലബ്ബുകളെല്ലാം മാറ്റി നിർത്തിയിട്ടാണ് വ്യാജരേഖ ചമച്ചുകൊണ്ട് ഈ CPM-ൻ്റെയും DYFI-യുടെയും നേതാക്കന്മാർ ഈ LCD പ്രൊജക്ടറും സ്ക്രീനും എല്ലാം തട്ടിയെടുത്തിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായ സമരവുമായി കോൺഗ്രസ് പാർട്ടി രംഗത്ത് വരികയും ഇതൊക്കെ ഉണ്ടായിട്ട് പോലും പഞ്ചായത്ത് ഭരണസമിതി, ഇപ്പോൾ നിലവിലുള്ള പഞ്ചായത്ത് ഭരണസമിതി പോലും ഇവർക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകാത്തത് കടുത്ത പ്രതിഷേധമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ പാർട്ടിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പ്രതികൾക്കെതിരെ നടപടി എടുത്തിട്ടില്ല എങ്കിൽ ശക്തമായ സമരപരിപാടിയുമായി പാർട്ടി മുന്നോട്ട് വരുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ.